ഞാൻ നിങ്ങളോട് 2 ചെറുപ്പക്കാരോട് പറയാണ്, ഒരു വിദേശ രാജ്യത്തും തേനും പാലും ഒന്നും ഒഴുകുന്നില്ല. ഇതൊരു ചലഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളെ കണ്ട കുറച്ച് കുട്ടികളേക്ക് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും വിളിച്ചപ്പോഴത്തേക്ക് സാറേ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്താ കാര്യം, ഇവന്മാര് മറ്റേ മലൈക്കോട്ട വാലിബൻ ഇറങ്ങിയ സമയം മോഹൻലാലിന്റെ കേക്ക് മുറിക്കാൻ പോയിരിക്കും. ലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ് കഴിഞ്ഞ ആഴ്ച വേറെ കേൾക്കും. അത്രയ്ക്കൊക്കെ പിള്ളേരുണ്ടോ ക്ലാസ്സിൽ, ഇതൊക്കെ ഉള്ളതെന്നാണ് പറയണം. ഏജൻസിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെന്ന് അക്കോമഡേഷൻ അല്ലെങ്കിൽ മാക്സിമം ഒരു പാർട്ട് ടൈം ജോബ്, പിന്നെ ഇവർക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഫീസ് രണ്ടാമത്തെ അടയ്ക്കേണ്ട സമയം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവരെ പഠിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരിക്കലും, അത് അവരുടെ ജോലിയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നാട്ടിലെ എക്സാംസ് എല്ലാം കഴിഞ്ഞു, കുട്ടികളെല്ലാം ഹയർ സ്റ്റഡീസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു അബ്രോഡ് സ്റ്റഡീസിനായിരിക്കും ഇത് കൊടുക്കുക, അപ്പോൾ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയോ, എന്താണ് കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് പോകുന്നത്? നമ്മളുടെ നെക്സ്റ്റ് പോസിബിൾ ഇൻടേക്ക് ഇപ്പോൾ വരുന്നത് സെപ്റ്റംബർ ആണ്. മെജോറിറ്റി ഓഫ് ദി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലും അങ്ങനെ തന്നെയാണ്, സെപ്റ്റംബറിലാണ്. പക്ഷേ ഇപ്പം നല്ല യൂണിവേഴ്സിറ്റിയിലും നല്ല കോളേജുകളിലും എപ്പോഴും ഏർലി ക്ലോസർ ഓഫ് അഡ്മിഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ തന്നെ സെപ്റ്റംബർ അഡ്മിഷൻ ക്ലോസ് ആവും. UK പോലുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെയൊക്കെ റിലാക്സ്ഡ് ആണ് അഡ്മിഷൻ പ്രൊസീജിയർ. ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ നമുക്ക് നിൽക്കും. അപ്പം കുട്ടികളുടെ റിസൾട്ട് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ +2 കുട്ടികളുടെ റിസൾട്ട് വരുമ്പം അവർ പ്രിഫർ ചെയ്യുന്ന കൺട്രികളിൽ മിക്കയിടത്തും അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. തന്നെയല്ല, ഇവരുടെ പ്രിപ്പറേറ്ററി എക്സാംസ് ഉണ്ട്. അത് കൂടാതെയുള്ള ഇപ്പം IELTS, TOEFL, PTE പോലുള്ള എക്സാംസ്, അതൊക്കെ എടുത്തിട്ട് കുട്ടികൾ വരുമ്പം അപ്പം അഡ്മിഷൻ ഒരു റഷ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വളരെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയട്ടെ, ഒരു ഹൈപ്പില്ലാതെ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു റഷ് ഈ വർഷം ഇല്ലാന്ന് തന്നെയാണ്. അത് ഒരു പരിധിവരെ നിങ്ങളും യങ്സ്റ്റേഴ്സ് ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറേയേറെ ഉള്ള കാലമാണ്. അപ്പം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവിടെ എത്തിയ കുട്ടികൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പം നാട്ടിലെ പേരൻസിനൊക്കെ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. അത് ഞങ്ങൾ ഏജൻസ് എത്ര ഒരു പരിധിവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനകത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഏജൻസ് മുമ്പ് കുട്ടികളെ ഓരോ മോഹന വാഗ്ദാനങ്ങൾക്ക് കൊടുത്ത് അവിടെ വിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതല്ല റിയാലിറ്റി എന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് വന്നൊരു ഇമ്പാക്റ്റാണ്. അതൊരു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് കുട്ടികളോട്, ഞാൻ നിങ്ങളോട് 2 ചെറുപ്പക്കാരോട് പറയാണ്, ഒരു വിദേശ രാജ്യത്തും തേനും പാലും ഒന്നും ഒഴുകുന്നില്ല. ഇതൊരു ചലഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ചെല്ലുന്ന വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നാട്ടിലെ ഏജൻസി പറയുന്ന പോലെ നിങ്ങൾ എത്തി പിറ്റേ ദിവസം നിങ്ങൾ പാർട്ട് ടൈം ജോബിന് പോകണു, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും സാലറി വരുന്നു, നാട്ടിൽ ലോൺ റീപേയ്മെൻറ്റ് തുടങ്ങുന്നു, ഇതൊന്നും പോസിബിൾ അല്ല. ടേക്സ് ടൈം. അപ്പോൾ നമ്മൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയൊരു രാജ്യം, പുതിയൊരു അറ്റ്മോസ്ഫിയർ, പുതിയൊരു കാലാവസ്ഥ, പുതിയ ആൾക്കാർ, പുതിയ പഠന രീതി. അപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ക്ലാസ്സിൽ കണക്ക് സാറ് വന്ന് പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് കൊടുത്ത് പുള്ളിയുടെ പുറകെ വിടാം, സാറേ എനിക്ക് മനസ്സിലായില്ല, അപ്പോൾ പുള്ളി ഒരു സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറയും. പക്ഷേ വിദേശ സർവകലാശാലയിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഗസ്റ്റ് ലെക്ചറേഴ്സ് ആണ്. ഈ ലെക്ചറേഴ്സൊക്കെ തന്നെയും നമ്മുടെ നാട്ടിലെ ഗസ്റ്റ് ലെക്ചർ എന്ന് പറയുമ്പോൾ മറ്റേ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വെച്ചാൽ നമ്മുടെ ടീച്ചർമാരെങ്കിലും പ്രസാദിക്ക് പോകുമ്പോൾ വേറൊരാളെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ അത് പറയുമ്പോഴത്തേക്ക് പിള്ളേർ അതാ ചിന്തിക്കുന്നത്. അതല്ല, ഗസ്റ്റ് ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശശി തരൂര് അല്ലെങ്കിൽ സുന്ദർ പിച്ചെ അങ്ങനെയുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റികൾ ഗസ്റ്റ് സ്പീക്കേഴ്സായിട്ട് കൊണ്ടുവന്ന് അവർ ചെയ്യുന്ന, അപ്പോൾ അവർക്കൊക്കെ സമയമില്ല. അതേപോലെ തന്നെയാണ് എല്ലാ ഗസ്റ്റ് ലെക്ചറിങ്. അപ്പോൾ അവർ അവരുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 1 അവർ കഴിയുമ്പോഴത്തേക്ക് കാറിൽ അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകും. പിന്നെ നമുക്ക് ഇമെയിലൊക്കെ അയച്ചൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പം പഠന രീതികൾ വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും, കണക്ക് മാഷ് പോയി കഴിഞ്ഞാൽ അടുത്ത് ഇംഗ്ലീഷ് ടീച്ചർ വരും. ഇംഗ്ലീഷ് ടീച്ചർ അവധിയാണെങ്കിൽ ഓക്കെ ഇന്നില്ലടാ ഈ സമയം ഫ്രീ ആണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, നമ്മൾക്ക് രാവിലെ ഒരു ടൈം ടേബിൾ നമ്മുടെ കയ്യിൽ തരും. ഇപ്പം തിയേറ്റർ നമ്പർ 1 ഇപ്പം സേ ഫോർ എക്സാമ്പിൾ മെക്കട്രോണിക്സ് പഠിക്കാൻ വേണ്ട കുട്ടിയുടെ ക്ലാസ് ആണെന്ന് വിചാരിക്കാം, മാസ്റ്റേഴ്സ്. തിയേറ്റർ 1 ഈ പറഞ്ഞ പോലെ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം പഠിപ്പിക്കുന്നു. തിയേറ്റർ 2 വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്റർ മാറി അങ്ങോട്ട് പോകും. ക്ലാസ് റൂംസിന് പൊതുവെ തിയേറ്റർ എന്ന് അറിയപ്പെടുന്നു, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സ് എല്ലാം മറന്ന് ക്ലാസ്സാണ് മറന്നത്. അതെ, നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ ആദ്യം വരുന്ന ക്ലാസ്സിലെ കുട്ടികളായിരിക്കത്തില്ല അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കുള്ള. അപ്പോൾ പഠന രീതികളൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ, മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തേനും പാലും ഒഴുകുന്നില്ല എന്ന് പറഞ്ഞത് അത് ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കാനല്ല, അപ്പം മോഹന വാഗ്ദാനങ്ങളിൽ പെടരുതെന്ന് മാത്രമേ റിയാലിറ്റി മനസ്സിലാക്കി പോകാനുള്ള കാര്യം. വരുന്ന കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് മാക്സിമം അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അഡ്മിഷന് ഇത് ചെയ്യുന്നത്? ഞാൻ 2007 കാലഘട്ടങ്ങളിൽ UK പഠിക്കാൻ പോയ ഒരു വ്യക്തിയാണ്. അന്ന് എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു PC-യും ഒരു ഡയലപ്പ് കണക്ഷൻ ഉള്ളത്. ഇത് കുത്തുമ്പോൾ തന്നെ നമുക്ക് ടിക് 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 മറ്റേ സൗണ്ട് ഒക്കെ പോയി ഇത് കണക്ട് ആയി വരുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും. പിന്നെ നമ്മൾക്ക് ആകപ്പാട് ആശ്രയം ഈ പേരും പറഞ്ഞ ഏതെങ്കിലും കഫേയിൽ പോവുക, പകുതി സെർച്ച് ചെയ്യും, പകുതി ഓർക്കുട്ടാണ്. അത് അന്നാലത്ത് ഓർക്കുട്ടൊക്കെയാണല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ അത് ലിമിറ്റഡ് ഇൻഫർമേഷനുള്ളൂ. പിന്നെ ഒരു എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളൊക്കെ വളരെ റെയർ ആയിട്ടാണ്. കാര്യം ഞാൻ ആലപ്പുഴക്കാരനാണ്, ബേസിക്കലി കുട്ടനാട്ടിൽ
പാലക്കാട്ടുകാരനാണ്. അപ്പം എറണാകുളത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു വൗ ഫാക്റ്റാണ്. എറണാകുളം സിറ്റിയിലെത്തി വലിയ വലിയ സാറുമാരെയൊക്കെ കാണുന്നു. അപ്പം ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് 3-4 സാറേ എന്താണ്, അപ്പം പുള്ളി പറയുന്നതാണ് നമുക്കൊരു എന്താ പറയുക ദൈവവചനം പോലെ നമ്മൾ കാണുന്നത്. അപ്പം പുള്ളി പറയുന്ന യൂണിവേഴ്സിറ്റി പോവാം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ജോലി അടിച്ചിട്ടായിരിക്കും ചെല്ലുന്നത്. എടാ ഇത് മതി, യൂണിവേഴ്സിറ്റി പൊളിയാ, പിന്നെ ഫോട്ടോയെ കാണുമ്പോൾ കൊള്ളാം, അടിപൊളി, അത് തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിറച്ച് മരങ്ങൾ, ഭയങ്കര കഫിറ്റീരിയ, ഫോട്ടോസൊക്കെ കാണുന്നു. അപ്പം ചിലപ്പോൾ ഒരു സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു സായിപ്പ് വരുന്നു. അപ്പം നമ്മൾ അയാളെ കാണുന്നു, പുള്ളി സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പം പകുതി മനസ്സിലാവത്തില്ല അന്നത്തെ കാലത്ത്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇതെല്ലാം യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്യണം. അവിടെ എത്തുമ്പോഴാണ് റിയാലിറ്റി മനസ്സിലാവുന്നത്. അന്നത്തെ ഒരു സമയത്ത് എനിക്കൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ തന്നെ പകുതി ട്രസ്റ്റ് ആയി. അതൊരു വലിയ ഫാക്റ്റാണ് നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടോ. ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെ നമ്മൾ ദൈവം പോലെ. കാര്യം നമ്മൾ ക്ലാസ്സിൽ ഇപ്പം ഞാൻ BBA പഠിച്ചത്, എന്തെങ്കിലും പ്രസന്റേഷന് വിളിക്കാൻ നേരം ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ പതുക്കെ ബെഞ്ചിലടി കയറും, അല്ല കഥയിന്റെ പുറകെ കയറും. ആ ഒരു സെറ്റപ്പ് ആണല്ലോ. അതെ. പിന്നെ പക്ഷെ വേറെ കാര്യം കേട്ടോ, നമ്മൾ UK എത്തി ഞാനൊക്കെ ഒരു ആദ്യത്തെ 3 മാസം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ മെക്ഡോണൾസിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബർഗർ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരവരുടേതായ ഒരു പറയുന്ന കോഡ് ഭാഷയൊക്കെ ഉപയോഗിക്കാതെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പഠിക്കുമ്പോൾ ലിവർപൂൾ, അവിടെ ഒരു പ്രത്യേക ആക്സെന്റ് സ്കൗസ് എന്ന് പറയും. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അവർ തൃശ്ശൂർക്കാരും മലയാളം പറയുന്ന പോലെ, നീട്ടി കുറിക്കുക ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ. ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും അങ്ങനെ റീജിയണൽ സ്ലാങ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ഇത് സർവൈവൻസിന്റെ പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് ആ ലാംഗ്വേജ് പഠിക്കാതെ ഒരു രക്ഷയില്ല. കാര്യം അന്നത്തെ കാലത്ത് ഇത്രമാത്രം കണ്ടമാനം മലയാളികളൊന്നും അങ്ങോട്ട് കയറി പോണില്ല. അപ്പൊ എന്റെ വർക്ക് പ്ലേസിൽ തന്നെ ഈ പറഞ്ഞ എനിക്കൊന്നും ഞാൻ ഒരു മലയാളി മാത്രമാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് അപ്പൊ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ നമുക്കൊരു ലാംഗ്വേജ് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കും. നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം, ഏത് രാജ്യത്തും പോയി നിങ്ങൾക്ക് സർവ് ചെയ്യാമെന്നുള്ളത് അതതിൻ്റെ ഒരു വലിയ ഫാക്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സാർ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് ഒരുപാട് ഏജൻസീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം സ്റ്റുഡൻസ് ആയിട്ട് പോകാനുള്ളവരാണെങ്കിലും ഇപ്പം ജോബായിട്ട് പോകാനുള്ളവരാണെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻസ് അവർക്കുണ്ട് ഇപ്പം ഈ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കുള്ള സന്തോഷം അതാണ് സാറിനോട് സംസാരിക്കാൻ പറ്റുക എന്നുള്ള സംഭവം. ഇങ്ങനത്തെ ഉള്ള കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ഇത് 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കും. ഇപ്പം ഫസ്റ്റ് കുട്ടികളുടെ കൺഫ്യൂഷൻ, 2 പേരൻസിൻ്റെ കൺഫ്യൂഷൻ. ഇവർക്ക് 2 പേർക്ക് 2 തരത്തിലാണ്. കുട്ടികളുടെ കൺഫ്യൂഷൻ ഏത് യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ് എന്നുള്ളതാണ്. പേരൻസിൻ്റെ കൺഫ്യൂഷൻ ബേസിക്കലി എന്തായിരിക്കും, പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് കുട്ടികളോടാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു +2 കഴിഞ്ഞ കുട്ടിയൊക്കെ ആണെങ്കിൽ പേരൻസുമായിട്ട് നിർബന്ധമായിട്ട് വരാൻ പറയണം. ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് ഒരു 70% കുട്ടികൾ തന്നെയായിരിക്കും. കാര്യം ദേ ആർ ഏബിൾ, ഒരു കുറച്ചുകൂടെ മെച്യൂർഡാണ്. +2 കഴിഞ്ഞ കുട്ടികൾ അത്രയല്ല, അവർ കുറച്ചൊക്കെ ഇമ്മച്യൂറാണ്. ഏത് കോഴ്സ് എടുക്കണമെന്ന് തന്നെയുമല്ല, അവരെടുക്കുന്ന കോഴ്സാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണം. ആ കുട്ടികളാണ് കൂടുതൽ കോഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അല്ലെ +2 കഴിഞ്ഞിട്ട് കുട്ടികൾ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണമെന്ന് കുറച്ചുകൂടി ചിന്തിക്കുന്ന ഡിഗ്രിക്കാർ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പം ഞാൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം 8 ലക്ഷത്തിൽ പരം ഡിഗ്രി ഹോൾഡേഴ്സ് ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്നു എന്നുള്ള. ഈ 8 ലക്ഷത്തിൽ പരം കുട്ടികൾക്കും നിങ്ങൾ ഈ പറയുന്ന 50,000 രൂപ 60,000 രൂപ സാലറിയുള്ള ജോബ് കിട്ടും? ഇല്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു മാസം കഷ്ടിച്ച് കടിഞ്ഞു കൊണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 30,000 രൂപ വേണ്ട. ഞാൻ എക്സാജുറേറ്റ് ചെയ്യുമല്ലോ അല്ലേ? പെട്രോള്, അല്ലെങ്കിൽ നിങ്ങൾ കാറാ പോകുന്നെങ്കിൽ ഡീസൽ, മൊബൈൽ റീചാർജ്, പിന്നെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, പണ്ടത്തെ കാലമൊന്നുമല്ല, ഷവർമ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ കഫേകളൊക്കെ വന്നു തുടങ്ങി. കോഫിക്കൊക്കെ അവർ 200-300 രൂപ വരെയൊക്കെ ഉള്ള കാര്യം. ഗേൾ ഫ്രണ്ട് ഇത്തിരി പോഷാണെങ്കിൽ നമുക്ക് ഉറങ്ങാനും പറ്റില്ല, അത് വേറെ ഫാക്റ്റാണ്. അത് വേറെ കാര്യം. പിന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ മാറും. പിന്നെ ഈ പറഞ്ഞ ഷർട്ടുകളൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടിട്ട് ഒന്നിട്ടത് പിന്നെ ഇടാൻ പറ്റില്ല, അതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ പെട്ടെന്നൊരു ജോബ് കിട്ടുന്ന ഒരു പയ്യൻ ആദ്യം കയറി ചെല്ലുന്നത്തെ സാലറി 10,000 രൂപയ്ക്കുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വാഹന ഷോറൂമുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും നെറ്റ്വർക്കിംഗ് സ്ഥലങ്ങളിലോ അവർ ഉപയോഗിക്കുന്നതാണ് 10,000 രൂപ. ഈ 10,000 രൂപ ഇവൻ എന്ത് നേടാനാണ്? അവിടെയാണ് ഇവനെ പതുക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ബെറ്റർമെന്റ് എവിടെ കിട്ടുമെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പ്രലോഭിപ്പിക്കുന്നത്. അപ്പം ഗൾഫിലൊന്നും ജോലി നോക്കിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മോഹന വാഗ്ദാനം പതുക്കെ ഏജൻസിയിൽ ഇട്ട് കൊടുക്കും. പഠനത്തോടൊപ്പം 1 ലക്ഷം രൂപ സാലറി തീർന്നു. അപ്പം തന്നെ അതിലേക്കുള്ളൊരു പുറപ്പാടാണ്. പിന്നെ വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ പ്രഷറും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കും. പിന്നെ പേരൻസും പറഞ്ഞ പോലെ പ്രശ്നമാണ്, അവർക്ക് എൻ്റെ മുൻ ചുമ്മാതിക്കുന്നു. അപ്പം ഇവൻ അവിടെ പോയാൽ അവനോട് പഠിത്തമാവുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ അവന് ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിലാണ് കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് +2 കഴിഞ്ഞ കുട്ടികളെക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ് ഫ്രസ്ട്രേറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയാം. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ
ഇപ്പം ചില കാറ്റഗറി ആരെയും ഒഫൻസ് ചെയ്ത് പറയുമല്ല, ഇപ്പം ഈ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റ് മാതിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എനിക്കൊന്ന് ഈ ഹോസ്പിറ്റലുകളിൽ അതുപോലെ ഈ പെർഫ്യൂഷൻ ടെക്നോളജി അങ്ങനെയുള്ള കുറേ ആൾക്കാർക്കൊക്കെ അവർ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന നേഴ്സസൊക്കെ അവർക്കുള്ള പ്രശ്നം അതാണ്, കിട്ടുന്നതിന്റെ 3 സാലറി ഇവിടെ കിട്ടുന്നില്ല. ഇവർക്ക് ഇത് അറിയുകയും ചെയ്യാം. ശരിയാണ്. അപ്പം ഡയറക്റ്റ് ജോബ് പ്ലേസ്മെന്റ് കിട്ടാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഇവരൊക്കെ ഏതെങ്കിലും സ്റ്റുഡന്റ് വിസ മുഖേന വിദേശത്തേക്ക് എത്താൻ ശ്രമിക്കും. അതൊക്കെയാണ് കൂടുതലും കാറ്റഗറി എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. അതായത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവിടെ. ഈ ഡെന്റൽ കോളേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ നാട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ പറയും ഇവിടെ ഭയങ്കര ഡോക്ടർ എന്ന് പേരേ ഉള്ളടാ, വളരെ തുച്ഛമായ ശമ്പളം. വിഭാഗത്തിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹൈജീൻ പ്രാക്ടീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് കുട്ടികൾ എനിക്കറിയാം 20,000 25,000 രൂപ സാലറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു ഡെന്റൽ ക്ലിനിക്കിലായിരിക്കും അവർ വർക്ക് ചെയ്യുക. അപ്പം വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു എല്ലാ കോഴ്സിനെ പറ്റിയും പറയാൻ പറ്റില്ല. ഡെന്റിസ്റ്റ് പറയാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ UK പോകുന്നെങ്കിൽ ഇവർ ORE എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ എഴുതി പാസ്സാവും. ഇതൊന്നും മിക്ക ഏജൻസികളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ചുമ്മാ നിങ്ങൾ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ORE എഴുതണമെന്നുണ്ടെങ്കിൽ IELTS നമുക്ക് ഇൻഡിവിജ്വൽ 7 വേണം, മിനിമം 2 വർഷം എക്സ്പീരിയൻസ് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ഹൈലി പെയ്ഡ് ജോബ് ഇൻ UK. അപ്പം ഏത് രാജ്യത്ത് പോയാലും. അപ്പം അങ്ങനെയുള്ള കടമകളെ പറ്റി അറിഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ കൺട്രീസിനേക്കാളും കാനഡ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഒരു റീസൺ എന്താണ്? ഇപ്പം കാനഡയിൽ എങ്ങനെയാണ് അവസ്ഥ കാര്യങ്ങൾ? 2 കാര്യങ്ങളാണ് കാനഡ കൂടുതലായിട്ടും കുട്ടികൾ പ്രിഫർ ചെയ്യാനുള്ള കാര്യം. ഒന്ന് അഫോർഡബിലിറ്റി. അത് ഇപ്പം അതിൻ്റെ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അഫോർഡബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി +2 കഴിഞ്ഞാൽ അപ്പം ഡിഗ്രി കഴിഞ്ഞ കുട്ടികളായിരുന്നു 2015 വരെയൊക്കെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് പ്രീവിയസ് കൊറോണ അല്ലെങ്കിൽ പോസ്റ്റ് കൊറോണ ആ ഒരു ട്രെൻഡ് മാറി +2 കഴിഞ്ഞവരൊക്കെ പതുക്കെ തുടക്കം മുതലേ വിദേശത്ത് പോയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ അത്രയും കോമ്പറ്റീഷൻ കൂടുമെന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇവർ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ കാനഡയിൽ പോയി അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങൾ അതായിരുന്നല്ലോ അന്നത്തെ പോപ്പുലർ ഡെസ്റ്റിനേഷൻ. ഒരു വർഷത്തെ ഫീസ് ഒരു 15 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വരും. ഡിഗ്രി മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ന്യൂസിലൻഡും കാനഡയും കംസ് ടു എഫക്റ്റ് വന്നു. കാര്യം അവിടെ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം. ഡിപ്ലോമ കോഴ്സുകൾക്ക് അന്നത്തെ കാലത്ത് ഫീസ് ഒരു ഇന്ത്യൻ റുപ്പീസ് ഫോർ എക്സാമ്പിൾ ഒരു 8 lakhs ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷത്തെ ഫീസും ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസും. അപ്പം ലിവിങ് എക്സ്പെൻസ് അന്നത്തെ കാലത്ത് ഒരു 5.5-6 ലക്ഷം രൂപ മതിയായിരുന്നു. അപ്പം ഒരു 13 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകാൻ പറ്റും. നേരെ മറിച്ച് UK ഇനിഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ, പക്ഷേ ടോട്ടൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതാണ് കാനഡയെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഇപ്പം എന്താ കാനഡ റൂൾ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ കാനഡ കണ്ടമാനം വിസ രജിസ്ട്രേഷൻ. അത് ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രോസസ് ചെയ്യുന്ന സമയം കുറച്ച് കൂടുതലായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യ കാനഡ ഖലിസ്ഥാൻ ഇഷ്യൂ പറഞ്ഞപ്പോൾ ഡിപ്ലോമാറ്റ്സിന്റെ നമ്പർ ഈക്വൽ ആക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ കൂടുതലുണ്ടായിരുന്ന കനേഡിയൻ ഹൈക്കമ്മീഷനിലെ ആൾക്കാരെ അവർ പിരിച്ചുവിട്ടു. അപ്പം വിസ പ്രോസസിംഗ് ടൈം കുറച്ച് ഒരു വലിയ മാസീവായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അദ്ദേഹം വന്നില്ല, കുറച്ച് കൂടി. 2, ഒരു രാജ്യത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ കണ്ടമാനം ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ ജോബിനെ ബാധിക്കും, കൾച്ചറിനെ ബാധിക്കും, നമ്മുടെ സേഫ്റ്റി പെഞ്ചു കൊച്ചുങ്ങളോട് ഇവർ കാണിക്കുന്നത് നമ്മളൊന്നും അവിടെ പോയി ഇത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതാണ് മെയിൻ പ്രശ്നം. അവരവിടുത്തെ കൾച്ചർ വന്ന് ഇവിടെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ മലയാളികൾ അവിടെ പോയിട്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലെങ്ങനെയാണോ നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ആ രീതിയിലാണ് അവിടെ പോയിട്ട് മലയാളി കുട്ടികൾ ബിഹേവ് ചെയ്യുന്നുള്ളൊരു. ഈ കാലടിയിൽ മറ്റേ മലയാളത്തിൽ ബംഗാളിൽ ഇപ്പോൾ കുർബാന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛന്മാർ ബംഗാളിൽ കുർബാന ചെല്ലും, അത് എന്തോ ആയിക്കോട്ടെ. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ UK കുർബാനയൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വെരി ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല, ഞങ്ങളൊരു വിസിറ്റിന് വേണ്ടി UK പോയി. അപ്പം നമ്മളെ കണ്ട കുറച്ച് കുട്ടികളേക്ക് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും വിളിച്ചു, യൂണിയാർക്കിൽ നിന്ന് പോയ എല്ലാവരും കൂടെ വിളിച്ചപ്പോഴത്തേക്ക് സാറേ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ കാര്യം, ഇവന്മാര് മറ്റേ മലൈക്കോട്ട വാലിബൻ ഇറങ്ങിയ സമയം മോഹൻലാലിന്റെ കേക്ക് മുറിക്കാൻ പോയിരിക്കാം, ലാൽ ഫാൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻസ് കഴിഞ്ഞ ആഴ്ച വേറെ കേൾക്കും. കഴിഞ്ഞ അത്രയ്ക്കൊക്കെ പിള്ളേരുണ്ടോ ക്ലാസ്സിൽ, ഇതൊക്കെ ഉള്ളെന്നാ പറയാം. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലിറ്ററലി അവരുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റമില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സ്വഭാവത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. ഇപ്പം ഏറ്റവും വലിയൊരു വിപത്ത് സംഭവിക്കുന്നത് ഇവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഏജൻസികളുടെ ഒരു പ്രലോഭനത്തിലോ അല്ലെങ്കിൽ അവർ ഒരു 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഫീസ് കുറയ്ക്കാനുള്ള ഒരു വ്യഗ്രതയിലോ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കും. ആ യൂണിവേഴ്സിറ്റിയിലായിരിക്കുമല്ലോ എല്ലാവരും ഈ പറഞ്ഞ പോലെ പോകണം. ഈ യൂണിവേഴ്സിറ്റി തന്നെ കണ്ടമാന റെമ്യൂണറേഷൻ ഏജൻസികൾക്ക് കൊടുക്കുന്നുണ്ടാവും. സോ അവൻ്റെ താല്പര്യവും ഇതിലേക്ക് മാറുകയും ചെയ്യും. അപ്പം മാസീവ് റിക്രൂട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഫുള്ള് മലയാളികളായിരിക്കും.
റിംഗ് ടോൺ വരെ മലയാളത്തിൽ പ്ലേ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട് UK നിങ്ങൾ അറിഞ്ഞാലും മനസ്സിലാവില്ല. അപ്പം എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ഇപ്പം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഈവൻ ഇഫ് യു ഗോ ഔട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബിയർ കുടിക്കാൻ പോകണം, അവിടെ ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, യു ഗോ വിത്ത് അറ്റ്ലീസ്റ്റ് അതർ നാഷണാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു ചൈനക്കാരൻ്റെ കൂടെയോ ഒരു ബ്രസീലിൻ്റെ കൂടെ പോകും. എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അവനോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലാംഗ്വേജിനുണ്ടോ ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ. ഇനി ഒന്നും വേണ്ട, ഒരു സെൽഫി എടുത്ത് മറ്റേ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരെങ്കിലും മനസ്സിലാവുള്ളൂ ഇവൻ ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത്. അവിടെ എത്തിയിട്ടൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഡംപിന് പറയാൻ കൊള്ളാം അല്ലെ, എൻ്റെ കൂട്ടുകാരൻ ചൈനക്കാരനാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ഇംഗ്ലണ്ടുകാരനുണ്ട്. അപ്പം അതൊക്കെ വിട്ടിട്ട് ഇവരെല്ലാം കൂടെ ഗ്രൂപ്പ് കൂടും. പിന്നെ കുട്ടികളുടെ ടോക്ക്, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം എയിൻ ചെയ്യുന്ന ആരാണ്, മനസ്സിലായോ? അതിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം എടാ മറ്റവൻ ഇത്ര എയിൻ ചെയ്യുന്നുണ്ട്, ഇവൻ ഇത്രയുണ്ട്, അവൻ്റെ ജോലി അവിടെ, അവൻ 2 ജോലി ചെയ്യുന്നുണ്ട്, അവൻ 3 ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ടോക്ക് ചെയ്തായി, പിന്നെ അതിനെ കവർ ചെയ്യാനുള്ള ഒരു വ്യഗ്രതയാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒബിയസ്ലി അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആവും. പിന്നെ അതൊരു ഗ്യാങ് ആയി, പിന്നെ അവിടെ ചെറിയ ഗോസിപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പഠിത്തം പതുക്കെ അങ്ങ് സൈഡിലേക്കാക്കും. ആൻഡ് പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളുണ്ട്. ഈ ബർത്ത്ഡേ പാർട്ടിക്കും കുറെ മലയാളം സോങ്സ് വിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പടം ഇട്ട്, ഒരു ഏറ്റവും ചീപ്പായിട്ട് കോഴി കിട്ടുന്ന കടയിൽ പോയിട്ട് കോഴി മേടിച്ച്, ഇതിപ്പോൾ ഇത് കേൾക്കുന്ന UK-കാർക്കോ അല്ലെങ്കിൽ കാനഡക്കാർക്കോ അറിയാമായിരിക്കും റിയാലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഇത് മേടിച്ച്, അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകൾ അടയ്ക്കാൻ നേരം ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ കൊണ്ട് ചെയ്യുന്നോണ്ടിരുന്നതാണ്, ഓഫേഴ്സ് ഉണ്ടാവും, അതൊക്കെ മേടിച്ച് വീട്ടിൽ വരുന്ന കുക്ക് ചെയ്ത് അപ്പോഴും നമ്മൾ കോഴിക്കറി അറ്റ്ലീസ്റ്റ് ഗോ ഫോർ എന്ന് പറയുന്നത് ഒരു വേറെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പോകും. ഇതെല്ലാം കുക്ക് ചെയ്ത് അതിനകത്തൊരു അടി ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ ക്ലാസ് ഉണ്ടാവും, അതൊക്കെ മറന്നുപോയി. പിന്നെ ക്ലാസ് എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. പിന്നെ പാർട്ട് ടൈം ജോബിലേക്ക് പോകും. എന്നിട്ട് അപകടം സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എക്സാമിന്റെ സമയത്തോ അല്ലെങ്കിൽ അസൈൻമെന്റ് വെക്കേണ്ട സമയത്തോ പ്രലോഭനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്തിനാണ് ഈ അസൈൻമെന്റ് ചെയ്യുന്നത്? 100 പൗണ്ട് കൊടുത്താൽ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിള്ളേർക്ക് അവിടെയും വേറെ ബിസിനസ് ഉണ്ട്. അപ്പൊ ഈ 100 പൗണ്ട് ചെയ്ത് കൊടുക്കാൻ കൊണ്ടുവന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 100 പിള്ളേരുടെയൊക്കെ അസൈൻമെന്റ് ആണ് ഒരുത്തൻ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇവൻ എല്ലാവർക്കും 100 പിള്ളേർക്കും ഈ ഒരു 3000 വേർഡിന്റെ അസൈൻമെന്റ് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവന്റെ കയ്യിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാരഗ്രാഫ് മാറ്റി കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. യൂണിവേഴ്സിറ്റികൾ ഇതിനേക്കാളും വലിയ മിടുക്കന്മാരാ. അവർക്ക് കണ്ടമാനം കുട്ടികളെ പുറത്ത് കളഞ്ഞാൽ അവർക്ക് അത്രയും നല്ല കാര്യം. അവർക്ക് പുതിയ അഡ്മിഷൻ എടുക്കാം, ഇനി ഇവരെ പഠിപ്പിക്കുക വേണ്ട, പൈസ ലാഭം, എല്ലാം നാട്ടിലെ പോലെ കൂടുതൽ ആൾക്കാരെ ജയിപ്പിക്കാൻ അവർക്ക് ഒരു നിർബന്ധമില്ല. അങ്ങനൊന്നുമില്ല. പിന്നെ അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പ്ലേജറിസം സോഫ്റ്റ്വെയർ ഇട്ടിട്ട് പ്ലേജറിസം പിടിക്കും. പ്ലേജറിസം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഫസ്റ്റ് വാണിംഗ് കൊടുക്കും, ഇല്ലെങ്കിൽ ഇതൊരു റിവ്യൂ കമ്മിറ്റിക്ക് വിടും. അപ്പൊ പതുക്കെ ഈ കുട്ടികളുടെ കോളൊക്കെ ഞങ്ങൾക്ക് 1 വർഷമില്ല അങ്ങ് വന്നു തുടങ്ങും. അയ്യോ സാറേ ഇത് പ്രശ്നമായി, എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല. പഠിത്ത ഏജൻസിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെന്ന് അക്കോമഡേഷൻ അല്ലെങ്കിൽ മാക്സിമം ഒരു പാർട്ട് ടൈം ജോബ്. പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് ഫീസ് 2ാമത്തെ അടയ്ക്കേണ്ട സമയം, അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും ലോൺ ഭാഗമായിട്ട് ലെറ്റർ കൊടുക്കേണ്ട സമയം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവരെ പഠിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പം അത് അവരുടെ ജോലിയാണ്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ ഫൈനൽ വാണിംഗ് കഴിയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി പറയും യുവർ സ്പോൺസർഷിപ്പ് ഹാസ് ബീൻ ക്യാൻസൽ, യു ഹാവ് ടു ഗോ ബാക്ക്. പാരലലി UKVA അല്ലെങ്കിൽ മറ്റേ അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കാനഡ ഇമിഗ്രേഷൻ കൗൺസിലിൽ നിന്നോ ഓസ്ട്രേലിയൻ കൗൺസിലിൽ നിന്നോ ഒരു മെയിലും കൂടെ വരും, രാജ്യം വിട്ടു പോവാം. പിന്നെ കരച്ചിലായി പിടിച്ചിലായി എത്രയോ കുട്ടികൾ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് അഡ്വൈസ് ഇതാണ്, നിങ്ങൾ പാർട്ട് ടൈം ഒക്കെ ചെയ്തോ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഒരിക്കലും പഠനം സൈഡാക്കരുത്. അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്യം മാറിപ്പോരുത്. ഇതുള്ള കാര്യം ക്ലാസ്സിൽ പോവാ ശരിയാണ്. രാവിലെ കാനഡയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെ സ്ഥലങ്ങളിൽ തണുപ്പത്ത് നമ്മൾ ക്വിൽറ്റിന്റെ വെളിയിൽ വരാനും ഒരു കോഫി ഇടാനും ഒക്കെ നമ്മളെല്ലാം ഒരു യങ്സ്റ്റർ ലൈഫോ അല്ലെങ്കിൽ ബാച്ചിലർ ലൈഫോ ആണ്. നമുക്ക് കോഫി ഇട്ട് തരാൻ ആരില്ല, വിളിച്ചോണ്ട് തന്നെ അമ്മയില്ല, അപ്പനില്ല, അല്ലെങ്കിൽ എണീച്ച് പോടാന്ന് പറയാനില്ല. നമ്മൾ സ്വന്തമായിട്ട് പാർട്ട് ടൈം ചെയ്യണം, പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം, കോഫി എല്ലാം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ആ രീതിയിൽ നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാട് പേര്. യൂണിവേഴ്സിറ്റികളൊക്കെ അറ്റൻഡൻസിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആണല്ലേ? പിന്നെ ഒരുപാട് പേര് പാർട്ട് ടൈമിന് പോകുന്നുണ്ടെന്ന് അങ്ങനെ ചെയ്യാം. ചൈനവർക്കൊക്കെ തന്നെ പിന്നീട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. 80% അറ്റൻഡൻസ് മിക്ക യൂണിവേഴ്സിറ്റികളുടെ മിനിമം മാനദണ്ഡമാണ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ. അതില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പാസ്സാവില്ല. മെയിൻലി ഇത് ഇപ്പൊ ഈ സർവൈവൽ എന്ന് പറഞ്ഞ സംഭവമാണല്ലോ. സാറ് പറഞ്ഞാൽ സാറ് പോയപ്പോ അത് ചെയ്യേണ്ട വന്നാണല്ലോ, ലൈക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ സാറിന് മനസ്സിലാക്കി ഇന്ന രീതിയിൽ പോയാലേ കാര്യമുള്ളൂ എന്നുള്ള സംഭവം. ഇപ്പൊ ഈ പറഞ്ഞാൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് കൂടത്തിലുള്ള എല്ലാ മലയാളികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് പോകുന്നതുകൊണ്ടൊക്കെ ചിലർ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. എന്റെ കൂട്ടത്തിൽ ഒരു തമിഴ് പയ്യനുണ്ടായിരുന്നു, എബനേസർ എന്ന പേര്. ഇവൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഇന്ത്യൻ ഫുഡ് അല്ലാതെ വേറൊന്നും കഴിക്കത്തില്ല. രാവിലെ ദോശ വേണം, ഉച്ചയ്ക്ക് മറ്റേ താലി മീൽസ് വേണം,
വൈകുന്നേരം അഗൈൻ ദോശയാണ്. അപ്പോൾ ഇവൻ രാവിലെ എടുത്തിട്ട് ദോശമാവ് അരിച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങും, പിന്നെ അവൻ വരാൻ പറ്റില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ ഇവൻ ഓർക്കും എന്തായാലും ഉച്ചയ്ക്കത്തെ ചോറുണ്ടാക്കണം. അപ്പോൾ ചോറുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ക്ലാസ്സും തീർന്നു, പിന്നെ വൈകുന്നേരത്തെ ദോശ. പക്ഷേ വേറെ കാര്യമുണ്ട്, അവൻ ഇന്ന് അവിടെ 3-4 ചെന്നൈ ദോശ റെസ്റ്റോറൻറ്റ് ഓണറാണ്. അപ്പോൾ ചിലർക്ക് ഇത് വർക്കൗട്ട് ആവും, എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു ഹീറോയെ വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലാവരും മുന്നോട്ട് ഗാംബ്ലിങ്ങിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ പഠിത്തം എപ്പോഴും വേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ഒരുപാട് ഏജൻസീസ് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ യൂണിയാർക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഈ 10 years കൊണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള ഏജൻസി ആയിട്ട്? കാരണം നമുക്കാണെങ്കിൽ ഗൂഗിളിലാണെങ്കിലും നല്ല റിവ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങളത് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള സംഭവം? മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ, ഈ 2018 കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾക്ക് ഈ ഗൂഗിൾ റിവ്യൂ ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിയുന്നത്. നമ്മൾ ഇപ്പം ഞാനും എൻ്റെ പാർട്ണറുണ്ട് റോഫി ദേവസ്കുട്ടി, ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ UK പഠിച്ചതാണ്. അപ്പം ഞാനും റോഫിയും ഏതാണ്ട് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് 2007 കാലഘട്ടങ്ങളിൽ UK പോകാൻ തീരുമാനിച്ച കുട്ടികളാണ്. അന്ന് എൻ്റെ പേരൻസ് അല്ലെങ്കിൽ റോഫി ഞങ്ങൾ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഞാൻ ഈ BBA ഒക്കെ കഴിഞ്ഞിട്ട് ക്യാറ്റ് മാറ്റൊക്കെ എഴുതി പെർസെൻറ്റേജിലൊക്കെ ഓൺ ആൻഡ് ആവറേജ് ആണ്. നമ്മുടെ പല മുഖ്യധാര കോളേജുകളും ചോദിച്ച ഡൊണേഷൻ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ. സോ ഐ തോട്ട് ലൈക്ക് വൈ ഷുഡന്റ് ഐ ഗോ അബ്രോഡ്? ഈ ഒരു പൈസ ഡൊണേഷൻ കൊടുക്കുകയും വേണം, മന്ത്ലി ഫീസ് അടയ്ക്കണം, ഇത് കൂടാതെ പേരൻസ് എനിക്ക് മന്ത്ലി ചെലവിനുള്ള പൈസയും തരികയും വേണം. ആ ഒരു ചിന്തയാണ് എന്തുകൊണ്ട് വിദേശത്തേക്ക് പൊയ്ക്കൂടാ എന്നൊരു കാര്യത്തിലേക്ക് വന്നത്. പിന്നെ ഫാമിലി കഷ്ടപ്പെടുന്നു, ഒരു അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. ഇതറിയാൻ വേണ്ടി വണ്ടി കയറി കൊച്ചിക്ക് വന്നു, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ കേട്ടു. അന്ന് പുള്ളി പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി അത് ഞാൻ ചൂസ് ചെയ്തില്ല, എൻ്റെ ഏജൻസി പറഞ്ഞു. എനിക്ക് ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് എടുക്കണ്ട, ഈ യൂണിവേഴ്സിറ്റി എടുക്കുക, അപ്പോൾ നിനക്ക് ഫീസും കുറച്ച് അഫോർഡ് ആവും. അത് കഴിഞ്ഞ് ബാങ്ക് ലോൺ ചെന്നപ്പോഴത്തേക്ക് ലോൺ കിട്ടാനായിട്ട് കുറേ പാട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ആദ്യമായിട്ട് UK നിന്ന് ഓഫർ ലെറ്റർ വന്ന കുട്ടി ഞാനാണ്. അപ്പോൾ എൻ്റെ അപ്പനോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആദ്യം ഒരു തെറിയാ പറഞ്ഞത്, അത് ഞാനിപ്പോൾ പറയണില്ല, നിനക്ക് അതാണോ 10 ഏക്കർ നിലം കിട്ടും ഈ പൈസയ്ക്ക്, അത് വിളിച്ച് കൃഷി ചെയ്തുകൂടെ ചോദിച്ചു. അപ്പം അന്ന് അപ്പൻ കുറച്ച് വിഷനൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞു അതല്ല, കുറച്ച് പഴയ ആൾക്കാരാണ്. അപ്പം പുള്ളി കുറച്ചൊരു വിഷനാണ്, അതല്ല പോയി പഠിക്കട്ടെ, ചിലപ്പോൾ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന രീതിയിൽ പുള്ളി എന്നെ വിട്ടു. പക്ഷേ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളും പരാതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും ഒരുപാട് പഠിച്ചു പോയില്ല എന്നർത്ഥം. ജോബ് പഠിത്തമെല്ലാം ഒരേ നെറ്റിക്കും കൊണ്ടുപോയി. അപ്പം യൂണിയാർക്കിൽ നമ്മൾ തുടങ്ങിയപ്പോഴും നമ്മുടെ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പറ്റില്ല. ആ ഒരു മനസ്സമറിയിലുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾ എല്ലാവരും ധനികരോ എല്ലാവരും 100% അക്കാഡമിക്കലി എന്താ പറയുന്ന പെർഫെക്റ്റോ ആയിരിക്കത്തില്ല. നിങ്ങൾ എടുത്തു വരുന്ന ഒരു പ്രതീക്ഷയോടെ വരണം. അതെ, നിങ്ങളും ഒരു കൈൻഡ് ഓഫ് ഒരു ഡോക്ടേഴ്സിനെ പോലെ അല്ലെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. കണ്ടമാനം വിസ റിജക്ഷൻ ആയ കുട്ടികൾ ഞങ്ങൾ എടുത്ത് വരാറുണ്ട്. അതുപോലെ ഒന്നുമില്ലാത്ത അറിവില്ലാത്ത കുട്ടികൾ വരാറുണ്ട്. ഇവരെയൊക്കെ കറക്റ്റായിട്ട് ഗൈഡ് തരാം എന്നുള്ള. ചില കുട്ടികളോട് ഞങ്ങൾ പറയാറുണ്ട്, മോനെ നീ വിദേശത്ത് പോകരുത്, നീ നാട്ടിൽ പഠിക്കുക, നാട്ടിൽ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നീ മാസ്റ്റേഴ്സിന് പോകും. കാര്യം ആ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അതാ. അതിനകത്ത് നമ്മൾ കണ്ടവാനും ബിസിനസ് കണ്ടെത്തിയിട്ട് കാര്യമില്ല. പിന്നീട് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടിയും പേരൻറ്റും കൂടെ നമ്മുടെ അടുത്ത് മാസ്റ്റേഴ്സിന് പോകാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ശരി. അപ്പോൾ അന്ന് പറയും, സാറ് തന്ന അഡ്വൈസ് നല്ലതായിരുന്നു, ഞാനിപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി പോകാന്നുള്ളത്. നോക്കുക, എനിക്കന്ന് ചിലപ്പോൾ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടായിരിക്കും, എന്നാലും ഒരു കുടുംബത്തിന്റെ ഭാവി അവിടെ സേഫ് ആയില്ലേ. നമ്മളൊരു കൃത്യമായിട്ടൊരു അഡ്വൈസും അവർക്ക്. ചില കുട്ടികൾക്കൊന്നും ലോൺ ഒരു കാരണവശാലും കിട്ടില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടിച്ചെന്നാലൊന്നും ലോൺ കൊടുക്കില്ല. അവർക്ക് അവരുടേതായ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോണിന്റെ പ്രശ്നം. ഒന്നാമത് റീപേയ്മെന്റ് കണ്ടമാനം മുടങ്ങിക്കിടക്കുന്നവർക്കൊരു പേടിയാണ്. ഇപ്പൊ ബാങ്കുകൾ വിസ റിജക്ഷനെ പറ്റിയൊക്കെ ഭയങ്കര അവെയറാണ്. അതുകൊണ്ട് ഭയങ്കര പിടിച്ചിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അപ്പം പൈസയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അക്കാഡമിക്കലി ഉള്ള കുട്ടികൾ, ഇപ്പൊ ഗവൺമെന്റ് സർവീസിന്റെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ കിട്ടും, അല്ലെ അവരുടെ കയ്യിൽ സാലറി ഉണ്ടാവും. അപ്പം അതൊക്കെ വെച്ചിട്ട് അവർക്ക് പോകാൻ പറ്റും. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇത് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന യൂണിയാർക്കിന്റെ മോട്ടോ ഇതാണ്, 100% ട്രാൻസ്പെറന്റ് ആയിരിക്കുക. ഉള്ള കുട്ടികളോട് പറയുക ഇതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പതുക്കെ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആ ബിൽഡ് ചെയ്ത ബ്രാൻഡ് ഞങ്ങൾ പോസ്റ്ററുകളിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൂടെയോ ഒന്നും ബിൽഡ് ചെയ്തതല്ല, വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിയാർക്കിന്റെ ആ ഗൂഗിൾ റിവ്യൂസ് വായിച്ചു നോക്കിയാൽ പേരൻസ് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മകൻ അതായിരുന്നു ഇതായിരുന്നു ഒക്കെ പറഞ്ഞിട്ട്. അപ്പം കണ്ണീരോടെ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കൃതാർത്ഥതയാണ്, ഭയങ്കര ഫീലിംഗ് ആണ്. പറയാം നന്നായിരുന്നു. പിന്നെ പലരും പറഞ്ഞിട്ട് ഇവിടെ മുഖ്യധാര ഏജൻസികൾക്കൊക്കെ പേഴ്സണൽ അറ്റൻഷൻ കുറവാണ്. ഞങ്ങളങ്ങനെ മാസീവായിട്ട് എന്താ പറയുന്നത് ഇപ്പം 7,000-8,000 കുട്ടികളൊന്നും വിടുകയെന്നൊന്നും ഞങ്ങൾ പറയുന്നത് അത്രയും നമ്മൾ ചെയ്യത്തുമില്ല. ഒരു വർഷം ഒരു 1,000-1,200 കുട്ടികളെ ചെയ്യുന്നത്. കാര്യം ഞങ്ങൾക്ക് എന്നാലും മാത്രമേ അവരെ നന്നായിട്ട് കേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇവരുടെ എഡ്യൂക്കേഷൻ ലോൺ കേറ്റർ ചെയ്യണം, ഇവരുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അത് വലിയൊരു കാര്യമാണ്. പല യൂണിവേഴ്സിറ്റിയിലും വിസ ഫയൽസ് എല്ലാം ചെയ്തിട്ട് അവസാനം വിസ റിജക്ഷൻ ആവുകയാണെങ്കിലും കുഴപ്പമുണ്ട്. ഞങ്ങൾക്ക് വിസ റിജക്ഷൻ ഇല്ലാന്നൊന്നുമല്ല, വിസ റിജക്ഷൻ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുള്ള റിസ്ക് ഫാക്ടർ കുട്ടികളോട് പറയും ഇന്ന റീസൺ കൊണ്ടാണ് വരുന്നെന്നുള്ളത്. പക്ഷേ ഗാംബ്ലിംഗ് എടുക്കാൻ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാവും. പിന്നെ അത് റീടേക്ക് ചെയ്ത് റീവർക്ക് ചെയ്തൊക്കെ ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഒരു മിനിമം നമ്പർ ഓഫ് കുട്ടികളെ മാക്സിമം സർവീസ് കൊടുത്തിട്ട് വിടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. മിസ്സായി പോകുന്ന ഒരു കാര്യം അതാണ്. അതെ ലൈക്ക്
എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഇവർ ഏജൻസീസ് നോക്കുന്ന ഓക്കെ എങ്ങനെയെങ്കിലും ഇവരെ പുറത്ത് വിടുക എന്നുള്ളൊരു സംഭവം. അപ്പം കുട്ടികൾക്കും പലതും അറിയാതെയാണ് പോകുന്നത്. ഒരു കുട്ടിയും കൂടെ ആഡഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത്രയും ബെനിഫിറ്റ് ആണെന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊന്ന്. രണ്ട്, ഇപ്പം നിങ്ങൾ ചോദിച്ചു ഈ നിങ്ങളെന്താ പരസ്യവും അഡ്വർടൈസ്മെന്റ് കൊടുക്കാത്ത. ഇപ്പം ഞാൻ അപ്പം ഒരു വർഷം ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ പരസ്യത്തിലേക്ക് മുടക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാനും ഒരു മനുഷ്യനാണ്. ഞാനത് തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രത എൻ്റെ ഉള്ളിൽ തുടങ്ങും. അഡ്വർടൈസ്മെന്റ് വേണം, ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പം നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ കൂടിയപ്പോഴത്തേക്ക് വളരെ ലൈം ലൈറ്റിൽ അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാസീവ് അഡ്വർടൈസ്മെന്റിലേക്ക് പോകാത്തത് ജൂനിയർക്ക് അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടില്ല. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊമേഴ്ഷ്യലൈസ്ഡ് ആവും. കൊമേഴ്ഷ്യലൈസ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളെ കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ കൂട്ടാനൊക്കെ നോക്കും. അത് ഞങ്ങളുടെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഒരു നല്ല ജോലി ചെയ്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഈ പേരൻസിന്റെ ആശീർവാദമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നമ്മുടെ ജോലിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എപ്പോഴും അല്ലേ. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം യൂണിയാർക്കിൽ 10 വർഷം മുമ്പ് റിസപ്ഷനിൽ നിങ്ങൾ വിളിച്ചാൽ എടുക്കുന്ന ഫോൺ കോളിലെ സൗണ്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ആ സ്റ്റാഫിനെ ഞങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്നില്ല. വല്ല മെറ്റേണിറ്റി ലീവിലോ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് കൊണ്ടുപോയതല്ലാതെ ആരും ഞങ്ങളെ വിട്ടു പോയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർക്കും ഒരു ഫ്രീഡം നമ്മൾ എപ്പോഴും കൊടുക്കും അങ്ങനെ വർക്ക് ചെയ്യാനുള്ള. എന്നാലേ അവരും കുട്ടികളോട് അത് കാണിക്കുള്ളൂ എന്നൊരു തിയറിയാണ്. അന്ന് ഫോൺ എടുക്കുന്ന ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടി തന്നെയാണ് ഇന്നും ഫോൺ എടുക്കുന്നത്. അവരെ തന്നെ ഉണ്ടാവും, അവരുടെ കമ്മിറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നെ നാട്ടിൽ എന്താ പറയുന്നത് കൂടുപോലെ ഏജൻസീസ് ഉണ്ട്. അതുപോലെ അതിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് ഭയങ്കര നമുക്ക് കേട്ടുകേൾവിയുള്ള കുറേ ഏജൻസീസ് ഉണ്ട്. ഇവരൊക്കെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത് പ്രോബബ്ലി ആദ്യം ഇവരെയൊക്കെ ആയിരിക്കും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഈ പുറത്തേക്ക് പോകാനായിട്ട് ആദ്യം സമീപിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊരു യൂണിവേഴ്സിറ്റി ഇഷ്ടമായിരിക്കും, എനിക്കൊരു കോഴ്സ് ഇഷ്ടമായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ പറയും അതിലും നല്ലൊരു യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിലും നല്ലൊരു കോഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഇതിന് പോകുന്നു പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് അവർ അതിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അഡ്മിഷൻ ശരിയാക്കി തരാം എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് വിടുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പം ഇതിലൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടൊരു ഏജൻസിയാണെന്ന് വിചാരിക്കുക. ഇതൊരു പക്ക ബിസിനസ് രീതിയിൽ കൊണ്ടുപോകണം. ഞാൻ ഇതിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു 40-50 ടെലികോളേഴ്സിനെയോ നിങ്ങൾ ആദ്യം വിളിക്കുന്ന ടെലികോളേഴ്സ് ആണല്ലോ അല്ലേ, അല്ലെങ്കിൽ കൗൺസിലേഴ്സിനായിരുന്നു. ഈ കൗൺസിലേഴ്സിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര നമ്പേഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. ഈ കൗൺസിലേഴ്സ് ആ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് തരാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കുറച്ച് ഒരു കട്ടിയുള്ള കോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിനെപ്പറ്റി പറയാൻ അറിയാവുന്നില്ല. ഇപ്പം ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് പോയിന്റ്സിൻ്റെ ബേസിലാണ്. ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടറിയാം, ഞാൻ അതിൻ്റെ കൗൺസിലേഴ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതാണ് നിങ്ങൾ കുട്ടികളോട് പറയേണ്ടത്. ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ UK ആണെന്നുണ്ടെങ്കിൽ 180 ക്രെഡിറ്റ്സ് വേണം മാസ്റ്റേഴ്സ് പാസ്സാണ്. നമ്മുടെ ഏജൻസിയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഏജൻസി പോയിട്ട് പെൺകുട്ടി ചോദിച്ചു ഈ പറഞ്ഞ പോലെ എത്ര ക്രെഡിറ്റ് വേണം നമുക്ക് പാസ്സാവാൻ, ക്രെഡിറ്റ് സിസ്റ്റം ആണല്ലോ പാസ്സാവുന്നത്. എന്നാൽ കുട്ടി റിപ്ലൈ ചെയ്തു, അങ്ങനെയല്ല, നിങ്ങൾ പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കിട്ടില്ലേ, നിങ്ങൾ പാസ്സായെന്നല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അറിയാൻ മേലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കും, എനിക്ക് അറിയാൻ മേലെന്ന് ചോദിച്ചു വേറെ ആരെങ്കിലും ചോദിച്ചു കൊടുക്കും. ഇതേമാതിരിയുള്ള അബദ്ധങ്ങളൊക്കെയാണ് കുട്ടികളുടെ അടുത്ത് എഴുന്നള്ളിക്കുന്നത്. അപ്പം കുട്ടികൾ ഇപ്പം പണ്ടത്തെ ഞാൻ പറഞ്ഞല്ലോ ഡയലപ്പ് കണക്ഷൻ ഒന്നുമല്ല, എല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പം ആ കുട്ടി സ്ട്രൈറ്റ് അവൻ അമ്മേനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാര്യം ഇവന് മനസ്സിലായത് ബോധമില്ലാത്ത ഒരാൾ അവിടെ ഇരിക്കുന്നതാണ്. എന്നാൽ ആ മാനേജ്മെന്റ് ശ്രദ്ധിക്കാറുമില്ല ഇവർ ഇത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ നമുക്കല്ലാതെ പഠിച്ചു കിട്ടുന്ന ക്രെഡിറ്റ് അല്ല ഇത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയൊക്കെ നമ്മൾ കുട്ടികളെ അവെയർ ആക്കണം. അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ് റൂമിൽ ചെന്നിരിക്കുമ്പോൾ ഇവൻ ഫുള്ള് ബ്ലാങ്ക് ആണ്. നേരെ മറിച്ച് ഞങ്ങൾ എപ്പോഴും കുട്ടികളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ, അല്ലെങ്കിൽ അതുള്ളൂ. ഇപ്പം ഈ പറഞ്ഞില്ലേ കണ്ടമാനം മറ്റേ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ എന്ന്. അപ്പോൾ അവർ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ മോൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പയ്യൻ അല്ലെങ്കിൽ BBA കഴിഞ്ഞൊരു പയ്യൻ ഏറ്റവും ആദ്യം അവർ പറയുന്നത് അതിനെന്താ IBM നോക്കൂ, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, സൂപ്പർ അല്ലേ? കാര്യം ഈ കൊച്ചിന് അത് മാത്രമേ അറിയത്തുള്ളായിരിക്കും. അപ്പം ഈ മാനേജ്മെന്റും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഈ ഇത്ര യൂണിവേഴ്സിറ്റികളാണ് വേണ്ടത്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി പോക്കോ, ഒരു കുഴപ്പമില്ല, തകർത്തു. ഇവൻ അത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് ഇതിന്റെ സ്റ്റാർ റേറ്റിംഗും അല്ലെങ്കിൽ മറ്റേ റാങ്ക് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാവും ഇതല്ല എന്നുള്ളത്. അപ്പോൾ വേറെ കൺസൾട്ടൻസിൽ പോകും. അപ്പോൾ അവിടെ കുറച്ചുകൂടി വൃത്തിയായിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ അവിടെ ആയിരിക്കും അവൻ കൺവിൻസ്ഡ് ആവും. ആക്ച്വലി നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇപ്പം അർഷദ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇപ്പം യൂണിവേഴ്സിറ്റി ഇപ്പം എന്താ പറയുക ഈ ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലൈഡിൽ പഠിക്കണം. അപ്പോൾ അർഷദ് എൻ്റെ അടുത്തുണ്ട്, സാർ എനിക്ക് BA ഞാൻ പഠിച്ചു അല്ലെങ്കിൽ BTech പഠിച്ചു, എനിക്ക് 60% മാർക്കേ ഉള്ളൂ, IELTS 6 ആണുള്ളത്, എൻ്റെ പേരൻസിൻ്റെ ഫണ്ടിങ് ഇത്രയാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയി ഞാൻ പറയും മോനെ അതിൻ്റെ എലിജിബിലിറ്റി അതല്ല, അപ്പോൾ നിനക്ക് പോകാൻ പറ്റില്ല.
അപ്പോൾ നീ ഇത് ക്രോസ് ചെക്ക് ചെയ്യുക ഇയാൾ പറഞ്ഞത് സത്യമാണെന്നുള്ളത്. കാര്യം എല്ലാ യൂണിവേഴ്സിറ്റികളും എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളൊരു ആമസോണിൽ ഷൂസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 100,000 സെർച്ച് നടത്തുന്നില്ല, പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് നടത്തത്തില്ല. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ച് അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും കുടിച്ചടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുള്ളൂ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാമായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് മിസ്ലീഡിങ് നടക്കുന്നതായിട്ട് അക്ഷത് ചോദിച്ച പോലെ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ റിച്ചൻസ് അനുസരിച്ച് നിങ്ങളുടെ ഫണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. നാട്ടിലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ തന്നെ നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനുള്ള എന്താ വിരൽത്തുമ്പിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫോണിലാണെങ്കിലും നമുക്ക് നോക്കി റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഏജൻസിയിലാണ് പോകേണ്ടത്. ഇപ്പോൾ ഏജൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സിനാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ പോകുന്ന ഏജൻസിക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഏജൻ്റ് ആണെങ്കിലും നമ്മളെ അത് വിടാൻ, നമ്മളെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിന് വിടാൻ ബാധ്യസ്ഥരാണ് അല്ലേ? അവർക്കത് 100% പറ്റണം. ഉറപ്പായിട്ടും ഒരു കുട്ടിയുടെ ആഗ്രഹമല്ലേ. ഇപ്പം എന്താ പറയുക, നേരത്തെ പറഞ്ഞ ആമസോണിൽ ഒരു ഷൂസ് മേടിച്ചാൽ അത് 3 മാസം കൊണ്ട് ചിലപ്പോൾ വേറെ ടയർ കൊണ്ട് പോകുമായിരിക്കും. പക്ഷേ നീ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിക്കുന്നത് ഒരു ലൈഫിലൊരു വിഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടിലെ നമ്മുടെ മണ്ണുത്തി സർവകലാശാല കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ വിദേശത്ത് പഠിക്കാമോ. ജർമ്മനിയിലും ഫിൻലൻഡിലൊക്കെ ഉണ്ട്. ഇത് മിക്കവർക്കും അറിയത്തില്ല. അതായത് നമ്മൾ ഇൻ ഹൗസിൽ ട്രീസിനെ വളർത്തി അല്ലെങ്കിൽ അത് ചെയ്ത് ഇപ്പം ഇസ്രായേലിലേക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവിടെ ഇപ്പം 6,000 മാവുകളുള്ളൊരു തോട്ടം നോക്കാനിരിക്കുന്നത് ചിലപ്പോൾ 2 പേരാണ്. അപ്പം എല്ലാ മാവിലും ഒരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പാണ് ആ മാവിന് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് ഡിഫൻസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ഇവർ മോണിറ്റർ ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പം മണ്ണുത്തി സർവകലാശാല എന്ന് എന്തെങ്കിലും പറയുന്ന കാർഷിക കോഴ്സ് അഗ്രികൾച്ചർ എന്തെങ്കിലും പഠിച്ചൊരു കുട്ടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ അറിയാൻ മേലതവും പറയും അന്ന് പറഞ്ഞ പോലെ IBM നല്ല. അപ്പൊ ഇവൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. മനസ്സിലായി, ഈ പയ്യന്റെ മനസ്സിൽ ചിലപ്പം ഈ ഗ്രീൻ ഹൗസ് പോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ ഇത് കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് അവൻ നാളെ ചിലപ്പോൾ ഒരു യൂസഫ് അലിയോ അല്ലെങ്കിൽ സുന്ദർ പിച്ചയൊക്കെ ആവേണ്ടവനായിരിക്കും. അവനെ വഴിതിരിച്ച് IBMലേക്ക് വിട്ട് കണ്ടമാനം ഡയലോഗ്സ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവന്റെ ഭാവിയാണ് നമ്മൾ ഈ നഷ്ടത്തിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുറത്തു പോകുന്ന കുട്ടികൾ ഇപ്പം എല്ലാവരും പറയും ഓക്കെ പൈസ ഉണ്ടാക്കാൻ, പക്ഷേ ഇതിന് ഇങ്ങനത്തെ ഒരു സ്കോപ്പ് കൂടെ ഉണ്ടല്ലോ. പല രീതിയിലുള്ള മേഖലകൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു വന്നിട്ട് പല സാധ്യതകളും ഇതിനുണ്ട്. ഈ കുട്ടികൾക്ക് കോഴ്സ് പറഞ്ഞു കൊടുക്കുമ്പം ഷോർട്ട് സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളിൽ 100% കുട്ടികളുടെയും ആഗ്രഹം അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഉള്ളവരോ അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും റീസൺ കൊണ്ട് തിരിച്ചു വരേണ്ടവരോ അല്ലെങ്കിൽ ഈ വലിയ വലിയ കമ്പനികളിൽ സബാറ്റിക്കൽ ലീവൊക്കെ എടുത്തിട്ട് 2 വർഷത്തെ ലീവൊക്കെ എടുത്തിട്ട് പഠിക്കാൻ പോകുന്നവരൊക്കെയാണ്. അവരൊക്കെയാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ദേ ഹാവ് എ പ്ലേസ് ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം മറ്റേ കുട്ടികൾ ഇപ്പോൾ IT പഠിക്കാൻ വന്നവനെ നമ്മുടെ ജർമ്മനി പറഞ്ഞിട്ട് കാര്യമില്ല. IT പഠിക്കാൻ വന്നവൻ എവിടെയാണോ ITക്ക് ഓപ്ഷൻ, അയർലൻഡാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം ഈ യാഹൂവിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെ ഒക്കെ ഹബ്ബ് അവിടെയാണ്. അപ്പം അയർലൻഡിനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പറഞ്ഞു കൊടുക്കുന്ന വലിയ കാര്യമാണ്. BCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവനെ ഇപ്പം സൈബർ സെക്യൂരിറ്റിയെ കുറച്ച് ഫെമിലറായി. അതല്ലാതെ ഇപ്പം മാസ്റ്റേഴ്സ് ഇൻ ക്ലൗഡിങ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള ക്ലബ് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താലും മാത്രമേ എന്താണ് പുതിയ കോഴ്സുകളെന്നും എന്താണ് പുതിയ ട്രെൻഡുകളെന്നും ആ കോഴ്സ് പഠിച്ചാൽ ഈ ഷോർട്ട് സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വരിക എന്നുള്ളതൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് അവൻ അവിടെ സെറ്റിൽ ആവാനും പറ്റും, എളുപ്പമായിരിക്കും. അല്ലാതെ എല്ലാവരും ഒരേ പർട്ടിക്കുലർ കോഴ്സിന് പോയാലും കോമ്പറ്റീഷൻ. ബിസിനസ് കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളോട് ഞാൻ ബേസിക്കലി പറയുന്നൊരു കാര്യമാണ്, നോക്ക് ഇപ്പം യൂറോപ്യൻസ് അവരെടുക്കുക, UK ആയിക്കോട്ടെ, നോർവേ ആയിക്കോട്ടെ, നെതർലൻഡ് ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, കൊളോണിയൽ സിസ്റ്റത്തിന്റെ കാലം മുതൽ തന്നെ ലോകം അടക്കി ഭരിച്ചു വരാം. സായിപ്പിന്റെ ബ്ലഡിലുണ്ട് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ദേ ആർ ദി ഗുഡ് മാനേജേഴ്സ് അല്ലെ. അവർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ കമാൻഡിംഗ് പവർ അങ്ങനെയാണ്, അവരുടെ ലാംഗ്വേജ് എബിലിറ്റി അങ്ങനെയാണ്, അവരുടെ ഫിസിക്ക് പോലും നമ്മൾ അവരെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക ഒരു വിധേയത്വം ഒക്കെ ഓട്ടോമാറ്റിക്കലി തോന്നുന്നത് സ്വാഭാവികമാണ്. അവർക്ക് ബിസിനസ് ട്രിക്ക് അറിയാം, അവർ വേൾഡ് അടക്കി ഭരിച്ചു വരാം അല്ലെ. അപ്പം നിങ്ങൾ അവരെക്കാളും മേലെ ഉള്ള ഒരു കാലിബറുള്ള ആളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ബിസിനസ് കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ചുമ്മാ മാനേജ്മെന്റ് എടുക്കാതെ എന്തെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇപ്പം സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് അതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ അല്ല, നമുക്കൊരു ആപ്ലിക്കബിൾ പൊസിഷനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് അനലിറ്റിക്സ് അങ്ങനെയുള്ള ഏതെങ്കിലും നൂതനമായിട്ടുള്ള കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുക. അപ്പോഴത്തേക്ക് ജോബ് ചാൻസസ് കൂടുതലാണ്. MBA പഠിച്ചിട്ട് 10-60 വർഷം എക്സ്പീരിയൻസ് ഉള്ള വളരെ കേരറ്റ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ, ഭയങ്കര ഹൈലി സ്കിൽഡ് കേരറ്റ്സ്. അപ്പൊ അവർക്ക് അവരെ കവച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ മുന്നിൽ ആപ്പാടെ 2-3 വർഷത്തെ സ്റ്റേ ബാക്ക് ടൈമേ ഉള്ളൂ. അതുകൊണ്ട് ഇതേമാതിരിയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് കോഴ്സ് എടുത്ത് പഠിച്ചാൽ there are chances. അതാണ് അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്.